हेलो एवरीवन, वेलकम बैक टू आवर चैनल। तो दोस्तों, आज हम देखने वाले हैं किष्किंधा कांडम फिल्म को, जो कि 2024 में रिलीज़ हुई थी। इस फिल्म में लीड रोल में है आसिफ अली, अपर्णा बालामुरली एंड विजया राघवन। और इस फिल्म को डायरेक्ट किया है दिलजीत अयाथन ने, और इस फिल्म को लिखा है बाहुल रमेश ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं। लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए और इस वीडियो को भी ज़रूर लाइक कीजिए अगर आपको वीडियो पसंद आती है। सो विदाउट एनी डिले, लेट्स वॉच किष्किंधा कांडम। लेट्स वॉच। വികാരത്തിന്റെ പടവുകൾ കയറിയ ശേഷം നാടിനെയും ജനങ്ങളെയും മറന്നുപോയ 24 MPM ലൈസൻസ് ब्राउन सर। कौन है आदमी? पता नहीं। इसमें लाइसेंस गन है रखी हुई क्या? सबूत की मतलब किसी क्राइम सीन की वो तो नहीं देर हो गई? कुछ सबूत हो सकता है। ये देख ना ना അപ്പുള്ള എങ്ങനെയുണ്ട്? ആ बंदूक सौंप रहे हैं ना। ഐഡി കാണിക്കണേ। मतलब ये लोग हैं कौन? क्राइम का तो है कुछ। വാറന്റ് ഐഡി ഇത് शादी हो रही है? ये लोग तो अलग हैं, अच्छा ये अलग है। इनकी शादी हो रही है। നല്ല ദൂരത്തുനിന്നാണല്ലോ. ഒടുക്ക എവിടെ എത്തിയോ? എവിടെയാ? നെടുഞ്ചാല്. നെടുഞ്ചാല്. ആ മറ്റേ വീട്ടിലില്ല. അച്ഛനോ? അച്ഛൻ വീട്ടിലുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അച്ഛൻ ഗൺ ലൈസൻസ് ഹോൾഡർ അല്ലേ? അതെ. ലൈസൻസ്ഡ് ഫയർ ആംസ് ഒക്കെ സറണ്ടർ ചെയ്യാനുള്ള നോട്ടീസ് കണ്ടിരുന്നു. अच्छा ഞാനൊരു 4:30 ആകുമ്പോൾ എത്തും. लाइसेंस गन थी ना? എന്നിട്ട് ലേറ്റ് ആവുമോ സാർ? അച്ഛൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. അത് ലേറ്റ് ആവും. പറയും സാർ. ശരി, जिन जिन लोगों के നേരത്തെ പോയി पास കളക്ട് ചെയ്തോളാം. लाइसेंस गन है वो वापस कर रहे हैं, मतलब चुनाव के टाइम पे। अच्छा, गन ऐसे मिस तो नहीं हुई कहीं? ये उसके पापा ना शायद। എനിക്കിപ്പോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവന്മാര് കോർട്ട് മാർഷൽ बंदूक हो गई उनकी। अच्छा വെളുത്തപ്പ തൊട്ട് അത് झूठ बोला था। ഞാൻ അങ്ങോട്ട് വിളിക്കാം, നീ ഫോൺ വെക്ക്. इतना गुस्सा कर रहा है उसका पापा। നമുക്ക് പറയാനൊരു ബലം വേണ്ടേ? വേസ്റ്റ് കേസ് പറഞ്ഞതാണ്. അറ്റ്ലീസ്റ്റ് പോലീസുകാർ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുമ്പോ മൂപ്പരെന്തായാലും തപ്പട്ടെ. നീ ഇവിടുത്തെ കാര്യം നോക്ക്. വാ. यहाँ शादी हो रही इसकी। घर की तरफ निकल पड़े ना। ये कैसे एक दोनों बात भी नहीं कर रहे एक दूसरे से। पुलिस आ रखी है। कुछ हो गया कांड शायद। അത് തന്നെ കെ അപ്പുള്ള. ആ സാറേ, സ്റ്റേഷൻ റെക്കോർഡ്സിലെല്ലാം ത്രൂ ആണ്. ഒരാൾക്ക് ഇതിന്റെ വള്ളിക്കെട്ടൊക്കെ അറിയാവുന്നതല്ലേ? आर्मी അവര് अफसर പോലെ था ये। കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്താ പിന്നെ എങ്ങനെയാ? നിങ്ങള് പറഞ്ഞിരുന്നു. കൺഗ്രാറ്റ്സ്. ഈ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള നോട്ടീസ് വളരെ നേരത്തെ അയച്ചല്ലേ, എന്നിട്ട് ലാസ്റ്റ് മൊമെന്റിലാണോ തോക്കണ്ടില്ല തന്നെ സ്റ്റേഷനിൽ അറിയിക്കാറുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഇലക്ഷൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിത് മിസ്സായ കാര്യം അറിയോ? ആരെങ്കിലും എടുത്ത് മിസ്യൂസ് ചെയ്താല് പിന്നെ ഫലസിദ്ധി കുറയുമെന്നാണെങ്കിൽ നാളെ രാവിലെ വരാം സ്റ്റേഷനിലോട്ട്. വന്ന് കേറുന്ന ദിവസം തന്നെ പോറാക്കാനായിട്ട്. ഗൺ ലൈസൻസിന്റെ കോപ്പി കൂടെ നെറ്റാ ചെയ്തു. ഓക്കെ എന്നാ. നാളെ ഞാനുണ്ട്. ആ ശരി ശരി. അവിടെ എത്തണ്ട, തിരുനെല്ലി റൂട്ടിലാന്നേ ഉള്ളൂ. ലൈസൻസ് റിന്യൂ ചെയ്തത് 3 വർഷം മുമ്പ് എന്നല്ലേ പറഞ്ഞത്? ഒരു തോക്ക് പോലും നോക്കി സൂക്ഷിക്കാൻ ഒക്കാത്ത ഇവരൊക്കെ അതിർത്തി കാക്കാനായിട്ട് പോയ ടീംസ് അല്ലേ? പാർട്ടിയാണെന്ന് തോന്നിയിരുന്നു. എന്താണ് ഓക്കെ അല്ലെന്ന് നിനക്ക് തോന്നുന്നതാണ്. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല. ലൈഫിൽ इसका भाई है शायद ये। बड़ा भाई है ना शायद।
വരുന്നുണ്ട്. ഏട്ടനാ. ഹായ് अच्छा मैंने पापा की वजह से छोड़ा. ബാംഗ്ലൂരിലോട്ട് എന്നാ ഇനി തിരിച്ച് ലീവാണോ? ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പണിയെടുക്കാതെ ജീവിക്കുന്ന സുഖം ഒരു പണിക്കും കിട്ടില്ല. അപ്പൊ കൂടല്ലാത്ര പേരുണ്ട്. इसके पापा इसकी माँ को नहीं दिखाया है. क्या भी പോരാത്തതിന് मर മിലിറ്ററി तो नहीं गई इसकी माँ कहीं. പേടിക്കണ്ട. അച്ഛൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. ആ മണിയനോട് നാളെ हर बात में डांट रहा. कैसे खड़ूस उसके पापा. कैसी जगह ना उनका घर. पूरा जंगल इतने है. सारे पेड़. हाँ, पहले मुझे लगा कहीं जंगल में आ रहे हो. റേഡിയോ തന്നെയാ. रेडियो. തൊട്ടപ്പുറത്താ പൂയിങ്കരക്കാവ്. अच्छा बंदरों ने लाया हुआ. ഒരിക്കൽ വീട്ടിലെ റേഡിയോ കാണാതായി. ഒരു മാസം ആളുകളുടെ കമന്റ് അടിയും വാവൊളിപ്പൊക്കെ കണ്ടപ്പോ എന്നാ പിന്നെ ഇനിയുള്ള കാലം എല്ലാവർക്കും ഒരു കുറെ നേരം വാവൊളിച്ച് നോക്കിയിരുന്നില്ലേ. നോക്കിയ മുകളിലൊക്കെ വേറെ കാണും കുറെ പാവകളും നോക്കിയിട്ടുണ്ട്. അതെ, ഞാനൊരു തോട്ട് പറയട്ടെ. ചിലപ്പോ മണ്ടത്തരമായിരിക്കും. അപ്പൊ ഇന്നലെ രാത്രി അച്ഛനായിട്ട് ഓർഡർ താൻ കേട്ടില്ലേ? മണിയൻ अच्छा इसको बुला रहे हो. अंदर की तरफ चढ़ता है. अब इनसे करवा रहे हो चेक. क्यों चढ़ रहे हैं? कुछ निकाल रहे हैं पेड़ों से निकाल रहे हैं कुछ. नहीं, अरे पेड़ों में चेक करें ना. पेड़ों में क्यों बंदरों ने गन. अच्छा वही. बंदर उठा के ले आते ना चीजों को पेड़ों पे. ആ ഇതിപ്പോ ഇതിന് ഏതെങ്കിലും ഒരുത്തൻ കൊമ്പൊടിഞ്ഞ് തറയെ വീണിട്ട് വേണം അതിന്റെ പിന്നാലെ കിടന്ന് വലിയാൻ. എടുത്തങ്ങ് പൊട്ടിച്ച കൊഴി. പിന്നെ ഈ മരം കയറാനും കുലുക്കാനുള്ള ആവശ്യമൊന്നും നാട്ടുകാർ കാണിക്കില്ല. बहुत बड़ा बगीचा है. हम तो बागीचा नहीं हो, जंगल हो. जंगल में घर. नहीं, पता नहीं उनका है वो कि मतलब गवर्नमेंट बिल्डिंग है शायद हो, क्योंकि फॉरेस्ट डिपार्टमेंट में काम करता है ना. तो वो घर भी फॉरेस्ट में ही है. लॉक होने वाला दरवाजा. अरे इसी वजह से तो नहीं लेके कोई गन चुरा के. हाँ लॉक नहीं हो रहा दरवाजा. അങ്ങനല്ല. ഷൈജു സാറിന് അതിന്റെ ഒരു ജോയാ പിടിത്തം. ആൾക്കൊരു മെനു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. अच्छा दासन के पास आ रहा है. ये तो वही है ना जो उसमें था. ഞാൻ വന്നോളാം. അല്ല അവിടെ എല്ലാരും എത്തി. इसके पास क्यों आया ये? कुछ काम होगा उसको उससे. ഡൽഹി ബേസ്ഡ് കൊടുത്തിരുന്നു. ഓ അപ്പൊ ഇവര് ജസ്റ്റ് മീഡിയേറ്റേഴ്സ് ആണ്. അതെ, ഇത് ഡീൽ ചെയ്യുന്ന വേറെ എൻജിഒ. ആ പ്രശോഭ കണക്ട് ആയിട്ടോ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ ലിങ്ക് അയക്കാം. അജയ് പിന്നെ നേരത്തെ സംസാരിച്ചിട്ടുള്ളല്ലേ? അല്ല, ഞാൻ ജസ്റ്റ് ഓക്കെ.
हाय गुड इवनिंग गुड इवनिंग. सॉरी थोड़ा काम किस चीज़ की मीटिंग है? when do you know Gaurav? Actually, I don't know him in person. He's a colleague of Prashov. अच्छा, इसकी दूसरी शादी है. दूसरी शादी है. चच्चू Yes. you are इसकी वाइफ Ajay Chandran KV. पता नहीं मर गई कि डाइवोर्स हो गया. पूछ रही है. She is. She can join if she wants to. और उसके बच्चे क्या हैं फिर? The time of missing 7. बच्चे भी दिख रहे हैं ना उसमें and फोटो में. date of missing 3 years back. बच्चे भी हैं उसके तो. He could understand English to an extent. अच्छा alright Ajay. Pleasure. इसलिए ज़्यादा बात नहीं कर रहा वो, है ना? वो सोच रहा था. അജേട്ടാ ഇതും കൂടെ ഉണ്ട്, ഇന്ന് കയറി പോകേണ്ടതാ. ബേബി സാറിന് കോളുണ്ടല്ലോ. ये दारू सप्लाई करता है शायद. ഫസ്റ്റ് ചോദ്യം ഇല്ലട്ടോ. കൊടുത്തു താനീ ആഴ്ച മൊത്തം ലീവ് ആയിരിക്കും കരുതിയ. ബാംഗ്ലൂർ എന്തായിരുന്നു? IT തന്നെയാ? IT തുടങ്ങിയ ഇൻട്രസ്റ്റ് പോയപ്പോ ബാധിക്ക് വിട്ടു അത്ര. അത് ശരി. പിന്നെ MSW പഠിച്ചു. ചേട്ടന് പറ്റിയ പാർട്ടിയാ. അജയൻ പിന്നെ അച്ഛൻ ഒറ്റക്കായതുകൊണ്ട് ഇവിടെ തന്നെ കെട്ടിക്കിടക്കുന്നതാന്ന് മനസ്സിലാക്കാം. പുതിയ പിള്ളേർക്കൊക്കെ എന്ത് ചെയ്യണം? ഞാൻ ഉടനെ എത്താം. ഒരു 10 മിനിറ്റ്. ശരി. ഇതും കൂടെ ഉണ്ട്. അതെ, ഫോറസ്റ്റ് ഈ 10th ബ്ലോക്ക് അല്ല. ടോണി, ആ ജീപ്പിന്റെ ചാവി ഇങ്ങെടുത്തു. 11ഉം 12ഉം ആണ് ബൗണ്ടറിയും തോന്നുന്നു. ഫയറിംഗ് അവർക്കും ആവശ്യങ്ങളൊക്കെ ഇല്ലേ? പിന്നെ വെടി പൊടിച്ചിട്ട് വേണ്ട ഇവിടെ അരി മേടിക്കാൻ. വെടിവെപ്പ് ഒരു പുതിയ സംഭവമല്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ആയുധ പരിശീലനം നടത്തിയതിന്റെ പേരിൽ 2 പേരെ തണ്ടർകോട്ട് സേന അപ്പൊ ഈ പ്രോട്ടോകോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. സർ അതല്ല, ലാസ്റ്റ് വീക്ക് ഒരു സെർവർ അപ്ഡേഷൻ നടത്തിയിരുന്നു. അപ്പൊ അത് സർ പോയില്ല. ഈ എക്സ്ക്യൂസ് പറഞ്ഞ നേരത്തിന്റെ പകുതി മതിയല്ലോ അതിനായിട്ട്. അതൊന്നും ചെയ്യാൻ വെറുതെ. ബാക്കപ്പ് പെട്ടെന്ന് ചെക്ക്. അതെ, വയസ്സ് 70, ചോദ്യ നക്ഷത്രം തുലാം രാശി. ഓക്കെ. കേട്ടതായാണ് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്തവണയും ആളഭയം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. उसके पापा ने देख ली न्यूज़ है, देखते हैं. पता नहीं किसने चलाई गोली, कुछ पता भी नहीं है. ഇവന്മാർക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ വെടിവെച്ച് പഠിക്കാൻ? ആനയുടെ ആസനത്തില്. अच्छा, वो फोटो लगी ना उस पे. എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ. പ്രകാശ നിന്റെ കൊള്ളിക്കലും പതോളർത്ത് മതി, എന്റെ നെഞ്ചത്തോട്ട് കയറണ്ട. കള്ള് വാറ്റി കൊടുത്തിട്ടും കൂജ. शराबियों के बीच ഇവിടെ ടെമ്പററി വാച്ചറാ കേട്ടിട്ടുണ്ടാവല്ലോ, സുമദത്തൻ. പണ്ട് ചെറിയ ചില്ലറ നെക്സൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ഒതുക്കത്തില്. അതൊക്കെ പുള്ളി അന്നേ വിട്ടു. പക്ഷെ അറിയാലോ, ലിസ്റ്റിൽ ഒരിക്കൽ കയറിയ പിന്നെ ഗംഗയെ പോയി മുങ്ങി എന്ന് പറഞ്ഞാല് നാട്ടുകാർ അവരുപയോഗിച്ച എന്തായാലും റൈഫിൾസ് അല്ല. അപ്പൊ അവരല്ലാന്നല്ല, കണ്ടുവരുന്ന പാറ്റേൺ എന്ന് മാറിയതുകൊണ്ട് പറഞ്ഞ കിട്ടിയിടത്തോളം. ഇതൊക്കെ ചോദിച്ചോ? എന്തെന്ന് പറഞ്ഞു ചോദിക്കാൻ? ചോദ്യം പോലല്ല, ഇങ്ങനെയൊക്കെയാ ബലിസ്റ്റിക്കാര് പറഞ്ഞെന്ന് ഒരു ജനറൽ. മൊത്ത ടീംസാ 2 ആളും. അയാൾ ഇപ്പോഴും അച്ഛനെ കാണാൻ വരാറുണ്ടോ? സുമൻ ചേട്ടനോ? उसके पापा के दोस्त भी नहीं आते मिलने. എവിടെ? जरूर कुछ ഇപ്പോഴോ? ചെറിയ അച്ഛനോട് बहुत चालाक लग रहा था उसका पापा. എന്താ പറഞ്ഞേ? ബോൺജൂർ. ഓ, ബോൺജോ. ഓക്കെ
पता नहीं गन कोई ढूंढ रहा होगा शायद। हो सकता है कि ये भूल गया हो कहीं ना, इसने कहाँ रखी अपनी गन। ഞാനിപ്പോ തന്നെ ഇറങ്ങാം. അച്ഛൻ വണ്ടിയിൽ പെട്രോൾ ലെവൽ നോക്കിയോ? अच्छा पेट्रोल खत्म हो गया गाड़ी का। അച്ഛന്റെ വണ്ടി तो जंगल वाला एरिया है कुछ भी आ सकता है, जंगली जानवर बागी आ गया तो। रह भी कैसी जगह रहे हो, वहाँ तो फैसिलिटी नहीं कुछ। अभी डांट रहा बर्बाद भी डांटता रहता है। നിങ്ങൾക്കൊക്കെ പിന്നെന്താ ഓർമ്മ? ഫോൺ വിളിച്ചാൽ കിട്ടാത്ത എവിടെയെങ്കിലും പെട്ടുപോയിരുന്നെങ്കിലോ? कैसा है बुढ़ा। उसकी वाइफ भी हैरान हो गई थी जब उसने बोला इतनी देर क्यों हुई। क्या चला रहा है? अच्छा वही आग जल रही फिर जला रहे थे उसके पापा है। വേറെ ആർക്കും ഇവിടെ സ്ഥലമൊന്നുമില്ല. ആ തോട് വരെ നമ്മുടെ തന്നെ. ഇനി അപ്പുറത്തെ പണിക്കാരായിരിക്കും. ഞാൻ പോയി ടോർച്ച് എടുത്തിട്ട് വരാം. उसके पापा तो थे हाँ। दूसरे टाइम पे भी जरा तो उसके पापा रहते ना, वही वाली आग होगी फिर वो। पता नहीं क्या कर रहे हैं इसके पापा। सुबह हो गया ना तो। വരാറുള്ളത് ഇങ്ങോട്ടങ്ങനെ ആരും വരാറില്ല. ഓ ഇതിനു മുമ്പ് ഇതുപോലെ എന്തായാലും കത്തിക്കറിഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? उसका पापा वहीं पे आ रहा है, बताने रहा वो, छुपा रहा हो। बताएं डोना। നിങ്ങൾ നോക്കി ഈ ചുറ്റുവട്ടത്തൊക്കെ ഏകദേശം ഒരേ ലെവലിൽ കാട് വളർന്ന് നിൽക്കുന്നുണ്ട്. വലിയ പ്രായമില്ലാത്ത കുറ്റിപ്പുല്ലാണ്. മണ്ണിളക്കി നോക്കിയപ്പോ കരിയും കാണുന്നുണ്ട്. ഈ ആ അതിനപ്പുറം എന്റെ തന്നെയാ കൊടുത്തു. ഓ കോട്ടയംകാരെടുത്തു എന്ന് പറഞ്ഞ സ്ഥലം. इन्हीं की जमीन है पूरी, घर भी नहीं का मतलब ये। അതപ്പുറത്തെ इतनी ज्यादा जमीन उन्हीं की है। പിന്നെ ഇവക്ക് അതൊന്ന് പോലീസ് ലൈനിൽ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. ആ അത് നന്നായി. വല്ലപ്പോഴും അല്ല എങ്ങനെ പോലീസ് കളിക്കാനുള്ള ചാൻസ്. എന്തേ? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് സുമചേട്ടനെ പോയി കാണാറുണ്ടെന്നൊരു പറച്ചിലുണ്ട്. കല്ലേപ്പ് പിടിക്കാൻ പറ. നമ്മളായിട്ട് എന്തിനാ വെറുതെ അല്ലേ? दारू पीने के लिए जाता होगा उसके पास है ना। पता नहीं दारू ले आता है कि किसी और चीज के लिए आता है। उसी के लिए जाना जाता ना, दारू बेचने के लिए। दारू का काम तो करता है वो, पर हो सकता है किसी और चीज के लिए जा रहा। हाँ इससे पापा का हो सकता है कुछ और काम हो उससे। ഞങ്ങളൊക്കെ വിളിക്കാറ്. പണ്ടൊക്കെ സ്ഥിരം വീട്ടിൽ വരും. എന്നെ ചേട്ടനൊക്കെ ചെറുപ്പത്തിൽ വലിയ കാര്യമായിരുന്നു. ഈ പഴയ നിലമ്പൂർ കേസൊക്കെ അച്ഛൻ പറഞ്ഞു തന്നെ ഞാനും കേട്ടിട്ടുള്ളത്. നിലമ്പൂർ അച്ഛൻ അതിന്റെ സസ്പെക്ട് ലിസ്റ്റിലുണ്ടായിരുന്നു. എന്നിട്ടോ? അച്ചാച്ചൻ നല്ല ഹോൾഡുള്ള പാർട്ടി ആയതുകൊണ്ട് പട്ടാളവും പദവിയൊക്കെ. അച്ഛൻ വൈബാണല്ലോ. അച്ഛന്റെ അല്ലേ അച്ഛൻ. ഞാൻ കുറെ വിളിച്ചിരുന്നു. ഇവിടുത്തെ സിഗ്നലിന്റെ അവസ്ഥ അറിയാലോ. എന്തു പറ്റി? ചച്ചുവിന്റെ കാര്യം പറഞ്ഞൊരു മെയിൽ വന്നിട്ടുണ്ട്. उसी मेल के बारे में बात कर रहा। चच्चू कौन है? चच्चू इसका बेटा तो नहीं कहीं? हो सकता है। आखिर हुआ क्या था होगा? ഞാൻ ചച്ചുവിനൊരു ഗെയിം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ട്രഷറൊക്കെ കിട്ടും. बता रहा अभी। പ്രൈവറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയ ശേഷം
പ്രത്യേകിച്ച്. अच्छा बीमार थी इसकी वाइफ है. और इसका बेटा कैसे हुआ फिर गायब? अब क्या देख रहे हैं घर पे? अच्छा, इसके पापा मुझे लग रहा है ये रिसर्च कर रहे हैं, ये ढूंढ रहे हैं शायद उसे, अपने बेटे को ना. और ये वो सब छुप के कर रहे हैं शायद. पोते को. हाँ, पर ऐसे सीक्रेटली क्यों कर रहे होंगे? बनी